നമസ്കാരം സുഹൃത്തുക്കളെ, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ബ്രസീൽ ജപ്പാനെ മറികടന്നിരിക്കുന്ന ഒരു കിടിലൻ പോരാട്ടമായിരുന്നു. അവസാന നിമിഷമാണ് ബ്രസീലിന് വിജയിച്ച് കയറാൻ പറ്റിയത്. അപ്പോൾ കളിയിൽ ഒരുപാട് സമ്മോഹനമായ മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിശകലനം ചെയ്യാൻ വേണ്ടി നമ്മോടൊപ്പം കളി നിരീക്ഷകൻ ഷിയാബ് സാർ ഉണ്ട്. വെൽക്കം ഷിയാബ് സാർ. ബ്രസീൽ മുന്നോട്ട് പോയിരിക്കുന്നു. സാറിൻ്റെ ഒരു ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്രസീൽ കപ്പെടുക്കുന്നതാണ്. ഈ കളി വെച്ച് കപ്പെടുക്കും തോന്നുന്നുണ്ടോ? സംശയമൊന്നുമില്ല. ഓരോ മത്സരങ്ങൾക്കനുസരിച്ചല്ലേ. ബ്രസീലിനിപ്പോൾ പ്രതീക്ഷിത ഒരു എതിരാളികളായിട്ടൊന്നും ജപ്പാനാണ്. ജപ്പാന് നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. ഒരുപാട് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ട് കളിക്കുന്ന പ്രതീക്ഷിക്കപ്പെട്ടതാണ്. പിന്നെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ കളിയുടെ ഭൂരിഭാഗവും നിയന്ത്രണം ബ്രസീലിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. ആകെ ഒരു ഫസ്റ്റ് ഹാഫിലെ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷമുള്ള കുറച്ച് സമയം മാത്രമാണ് അവരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്നത്. കളിയുടെ ബാക്കിയുള്ള ഒരു 2/3 നമുക്ക് പറയാവുന്ന തരത്തിലൊക്കെ ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിലും 60% പൊസിഷൻ ബ്രസീലിൻ്റെ ഭാഗത്തായിരുന്നല്ലോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് ബ്രസീൽ. അപ്പോൾ ആരാധകർക്ക് കൂടുതലായിട്ട് ആത്മവിശ്വാസവും പ്രതീക്ഷ വെക്കാവുന്ന. അത് മാത്രമല്ല, അവർ തിരിച്ച കംബാക്ക് വിന്നാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പാനിക് ആകാത്ത ഒരു കാര്യമാണ്. അതാണ് ഒരു ഗോള് പുറകോട്ട് പോയിട്ടും പാനിക് ആയില്ല, വളരെ കൂളായിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഹൈഡ്രേഷൻ ബ്രേക്ക്, ഫസ്റ്റ് ഹാഫിലെ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷമുള്ള കുറച്ച് സമയം മാത്രമാണ് ജപ്പാൻ കളി നിയന്ത്രിച്ചത്. ബാക്കിയൊക്കെ ബ്രസീൽ തന്നെയാണ് കളി നിയന്ത്രിച്ചത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ആ ഒരു പ്രഷർ വന്നില്ല, പാനിക്കായില്ല എന്ന് കോച്ച് ആഞ്ചലോട്ടി കളിക്ക് ശേഷം അത് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഗോൾ എന്തുകൊണ്ട് ആഘോഷിച്ചില്ല എന്ന് കോച്ചിനോട് ചോദിക്കുമ്പം അദ്ദേഹം പറയുന്നത്, ഞാനതിന് പ്രഷറിലല്ലായിരുന്നു, ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു, ടീം നന്നായി കളിക്കുന്നുണ്ട്, ഗോൾ വരുമെന്നറിയായിരുന്നു എന്നാണ് കോച്ച് പറയുന്നത്. അപ്പോൾ കോച്ചിൻ്റെ ഒരു പ്രസൻസ് കൂടി ടീമിന് വലിയ രൂപത്തിൽ ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു മത്സരം ജപ്പാൻ വലിയ രൂപത്തിൽ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് കളിക്കാൻ വേണ്ടി ഇറങ്ങി. കളിക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ടീം ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്റ്റേഡിയത്തിലേക്ക് പോകുമ്പോൾ പത്രക്കാർ ചോദിക്കുമ്പോൾ ഇറ്റാക്കുറ പറയുന്നത് വി വിൽ ബീറ്റ് ബ്രസീൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ ആവേശം കൊടുക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ ജപ്പാനൊന്ന് പൊരുതി നോക്കിയിട്ടുണ്ട് അല്ലേ? ജപ്പാൻ്റെ കളി എങ്ങനെ കാണുന്നു? ജപ്പാന് ട്രൈ ചെയ്യാം, പക്ഷേ ജപ്പാന് ഇത്ര അല്ല ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ചെറുത്തെൽപ്പ് പ്രതീക്ഷിച്ചാണ് ഞാൻ. ബ്രസീലിന് കൂടുതലൊന്നും സ്പേസ് കൊടുക്കാത്ത രീതിയിലൊക്കെ കളിക്കും എന്നുള്ളതാണ്. പക്ഷെ ഒന്നുകൂടി നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ബ്രസീലിന് ഒന്നുകൂടി കളിക്കാൻ. എന്നാലും വിനീഷ്യസ് ജൂനിയറിന് അവസരങ്ങൾ നല്ല രീതിയിൽ കളിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതേമാതിരിയുള്ള സ്വാതന്ത്ര്യം മുമ്പത്തെ കളികളിൽ കിട്ടിയ പോലെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് വ്യക്തമാണ്. അത് ശരിയാണ്. വിനി ജൂനിയർക്ക് അത്രയധികം ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയ സമയത്ത് ഒരു കിടിലൻ പോക്ക് പോയി ഒരു ഷോട്ടൊക്കെ ഉതിർത്തു. ഗോൾകീപ്പറുടെ കൈ കൊണ്ടുകൊണ്ടാണ് പോസ്റ്റിനടിച്ച് പുറത്തേക്ക് പോയത്. അത് ഗോളാകുമായിരുന്നു ഒരു പക്ഷേ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ. സൂപ്പർ ഷോട്ടായിരുന്നു അല്ലേ? അത് കിടിലൻ ഒരു ഗോളായിട്ട് മാറിയേനെ. പക്ഷെ അത് സംഭവിച്ചില്ല. എന്തായാലും ഈ മത്സരത്തെ നമുക്ക് ഓരോരോ ഘട്ടങ്ങളാക്കി തന്നെ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ ഹൈഡ്രേഷൻ ബ്രേക്ക് വരെയുള്ള ആ ഒരു സമയത്ത് സാർ എങ്ങനെ കാണുന്നു? ഹൈഡ്രേഷൻ ബ്രേക്ക് വരെയുള്ളത് ബ്രസീൽ എനിക്ക് തോന്നുന്നു എങ്ങനെ എത്രയും പെട്ടെന്ന് ഗോളടിക്കണം എന്നുള്ള ഒരു രീതിയിൽ ഒരു ഡിറ്റർമൈൻഡ് ആയിരുന്നു. അപ്പോൾ ബോളുകൾ പൊതുവെ ആ രീതിയിൽ നിയന്ത്രണവും കളിയുടെ നിയന്ത്രണവും പൊസഷനൊക്കെ ബ്രസീലിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു. കൂടുതലായിട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സമയങ്ങളിൽ നമ്മൾ വ്യക്തമായിട്ടുള്ള ഗോൾ ചാൻസുകൾ ഓപ്പണിങ്സ് കിട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ബ്രസീലിൻ്റെ കയ്യിൽ തന്നെ ഒന്ന് നിയന്ത്രണം ഉണ്ടായിരുന്നത് കളിയിൽ. പ്രത്യേകിച്ച് കൂടുതലായിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ഗോളിയെ പരീക്ഷക തരത്തിലുള്ള സുസുക്കിയെ പരീക്ഷ തരത്തിലുള്ള ചാൻസുകളൊന്നും ഓപ്പണിങ്ങും കിട്ടിയിട്ടില്ല. എന്നാലും കളിയുടെ നിയന്ത്രണം ബ്രസീലിന്റെ കയ്യിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. കുറച്ച് ഫീബിൾ ആയിട്ടുള്ള ലോങ് റേഞ്ച് ഷോട്ടുകൾ വന്നു. കുഞ്ഞയുടെ 1-2 ഷോട്ടുകൾ അതും അത്ര പവർഫുൾ അല്ല, അങ്ങനെയുള്ളത് വന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. പക്ഷെ ബ്രസീൽ നിരന്തരം പാസുകളൊക്കെ കൊടുത്ത് എതിരാളികളുടെ ഏരിയയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു. എന്നാലും ആ ഒരു ഓപ്പണിങ് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശരി. അതിനുശേഷം ഹൈഡ്രേഷൻ ബ്രേക്ക് വരുന്നു. ജപ്പാൻ കാര്യങ്ങൾ പറഞ്ഞു 5 പേരെ ഡിഫൻസിൽ ഇറക്കി. അവരങ്ങനെ തന്നെ കളിക്കുന്ന വിചാരിച്ചു. 5 പേരെ ഡിഫൻസിൽ ഇറക്കി മിഡ്ഫീൽഡ് കൂടി അങ്ങോട്ട് അവരോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് ആണ് അവർ ഒരു കോട്ട കാത്തുകൊണ്ടിരുന്നത്. ഇത് പ്രതീക്ഷിച്ചാണ്. ഇപ്പം 3 കാര്യങ്ങളാണ് ബ്രസീലിന് ടാസ്ക് ആയിട്ട് ഉണ്ടായിരുന്നതെന്നാണ് ബ്രസീലിയൻ എക്സ്പെർട്ടുകളൊക്കെ പറഞ്ഞത്. ഒന്ന്, സ്പേസ് കണ്ടെത്തുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ബോൾ ഇല്ലാത്ത ഘട്ടത്തിലും, അതായത് ബോൾ അഥവാ അവരുടെ കയ്യിലാണെങ്കിലും കൃത്യമായിട്ടുള്ള ഷേപ്പിൽ നിന്ന്, കാരണം ടീം ഒന്നാകണ്ട് കയറി പോകുന്നത് കൊണ്ട് അവരുടെ കയ്യിൽ ബോൾ കിട്ടിയാൽ എങ്ങനെ ഷേപ്പ് നിലനിർത്തുക എന്നുള്ളത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മൂന്നാമത് കൗണ്ടർ അറ്റാക്കുകളിൽ നിന്ന് എങ്ങനെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഈ 3 ടാസ്കുകളിൽ തുടക്കത്തിൽ
ശ്രമങ്ങൾ നടത്തി നല്ലതൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം വന്ന ആ ഒരു മിസ്പാസ് ശരിക്കും പണി കിട്ടി. അതാണ് ആ മിഡ്ഫീൽഡിൽ ഡാനിലോക്ക് വന്നുള്ള പിഴവാണ്. ആ ഒരു മിസ്പാസ് ആണ് ആക്ച്വലി എന്ന് പറയുന്ന ഗോളിലേക്ക് എത്തിയിട്ടുള്ളത്. അതൊരു സോളോ അറ്റംപ്റ്റ് ആണ്, നല്ലൊരു ഷോട്ടാണ്. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗബ്രിയേലിനെ ഒരു പക്ഷേ ശ്രമമൊക്കെ നടത്താറ്റായിരുന്ന ഒരു ഷോട്ടാണ് എനിക്ക് തോന്നുന്നത്. തിരികെയാണ്, പക്ഷെ കാല് നീട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ബോൾ നേരെ ആ ഷോട്ട് വരുന്നത് അതിനെ ഫേസ് ചെയ്തിരുന്നെങ്കിൽ, അതായത് ആ ഷോട്ട് ചെയ്യുന്നതിന് ഫേസ് ചെയ്തിരുന്ന ഒരു പക്ഷേ അത് ചിലപ്പോൾ ഒരു പക്ഷേ ബ്ലോക്ക് ആകുമായിരുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആലിസന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, കാര്യമായിട്ട് ചെയ്യുന്നില്ല. കാരണം വെച്ചെങ്കിൽ അതിന്റെ അത്രയും മൂലയിലേക്കാണ് പോയത്. പിന്നെ കാസമിറോ പിന്നാലെ ഓടിയെങ്കിലും അവസാനം ഫൗൾ ചെയ്യുന്നില്ല. അത് ഓൾറെഡി യെല്ലോ കാർഡ് ആയതുകൊണ്ടാവും അല്ലേ? അതുണ്ട്. പിന്നെ കാസിമിറോ എനിക്ക് തോന്നുന്നത് എന്താ പറയാ, ഫസ്റ്റ് ഹാഫിൽ പൊതുവെ ഒരു വേഗത കുറഞ്ഞതുപോലെ, കാരണം വെച്ചെങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പം എത്താത്ത പോലെയൊക്കെ തോന്നി. കാരണം കാസിമിറോ മറികടന്നിട്ടാണ് പോയത്. അതാണ്. പക്ഷെ ചിലർ അത് പറയുന്ന ഇതാണ്, ഈ ഒരു യെല്ലോ കാർഡിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് അദ്ദേഹം അധികം എഫേർട്ട് എടുക്കാത്തതാണ് എന്നും പറയുന്നു. കാരണം ഒരു റെഡ് കാർഡ് കിട്ടി ആകെ ഡിസാസ്റ്ററായി പോകുന്ന ഒരു അവസ്ഥയും വരും. പിന്നെ അതിൽ ഒരു കാര്യം കൂടി ഉള്ളത്, ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങളുടെ പേജുകളിലൊക്കെ ആളുകൾ വളരെ എതിർപ്പോടു കൂടി പറഞ്ഞുകൊണ്ടിരുന്ന 2 പേരുണ്ട്. ഒന്ന് ഡാനിലും ഒന്ന് കാസിമിറോ. പത്തറ്റിക്കാണ്, അവരെ മാറ്റണം, എന്താണ് ആഞ്ചലോട്ടി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കാസിമിറോയാണ് ഗോൾ വന്നത്. നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ ഈ ഒരു ഗോള് ബ്രസീലിൻ്റെ വലയിലേക്ക് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ഹാഫിലെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഹാഫിന് ശേഷം ഒരു വളരെ റീജുവനേറ്റഡ് ആയിട്ടുള്ള ബ്രസീലിനെ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അതിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. എൻട്രിക്ക് വന്നു, അതേപോലെ തന്നെ പക്കറ്റൊക്കെ പരിക്കുണ്ടായിരുന്നു. പക്കറ്റ് പക്ഷേ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉള്ള സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പരിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ആ ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും ഒരു പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയെന്നുള്ളതാണ്. അപ്പോൾ ബ്രസീൽ ഒരു ആർത്തിരമ്പം എങ്ങനെയെങ്കിലും ഗോൾ അടിക്കണം, തിരിച്ചടിക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് കളിക്കുന്ന ഒരു ബ്രസീലിനെയാണ് കണ്ടത്. വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ളൊരു കളി തന്നെയാണ് ബ്രസീലിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിലുള്ളൊരു സംഭവം ആഞ്ചലോട്ടി കളിക്ക് ശേഷം പറഞ്ഞത്, ഫസ്റ്റ് ഹാഫിൽ ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ചെറുതായിട്ടൊന്ന് പാളി. ഞങ്ങൾ വിചാരിച്ചത് ഡയറക്റ്റായിട്ട് കളിക്കുക, അതായത് ഇൻ ബിറ്റ്വീൻ ദി ലൈൻ ബോൾ കൊടുത്തുകൊണ്ട് കയറി പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ജപ്പാൻ ടൈറ്റായിട്ട് ഡിഫെൻഡ് ചെയ്തപ്പോൾ നടക്കില്ല എന്ന് മനസ്സിലായി. സെക്കൻഡ് ഹാഫിലേക്കുള്ള തന്ത്രം എന്ന് പറഞ്ഞാൽ ക്രോസുകൾ കൊടുക്കുക, കൂടുതൽ ആ ഏരിയയിൽ പെനാൽറ്റി ഏരിയയിൽ പ്രസൻസ് കൂടുതലാക്കുക, അങ്ങനെ കൂടുതൽ ക്രോസുകൾ കൊടുക്കുന്ന രൂപത്തിലേക്ക് ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി. പക്വറ്റെ മാറ്റിയിട്ട് ഒരു സ്ട്രൈക്കറെ കൂടി ആഡ് ചെയ്തു. അതായത് ഒരു സ്ട്രൈക്കറെ മാറ്റി സ്ട്രൈക്കറെ ഇറക്കില്ല, 2 സ്ട്രൈക്കർമാരാക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പെനാൽറ്റി ഏരിയയിലെ പ്രസൻസ് വർദ്ധിപ്പിക്കാനാണെന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. അത് തന്നെയാണ് ശരിക്കും കളിയിൽ കണ്ടത്. അത് തന്നെയാണ് അങ്ങനെ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഇടത് ഭാഗത്തു നിന്നുള്ള ഗബ്രിയലിൻ്റെ ഒരു ക്രോസുകളിൽ ഒന്നിൽ നിന്നാണ് ഗബ്രിയൽ അങ്ങനെ 1-2 ക്രോസുകൾ അങ്ങനെ വലത് ഭാഗത്തുനിന്നല്ലേ ക്രോസ് വന്നത്? അത് ഇപ്പുറത്തുനിന്നല്ലേ ആ ഒരു വലത് ഭാഗത്ത് നിന്ന്? ഓക്കെ, അല്ല ഇടത് വിങ്ങുന്നല്ലേ പിന്നെ ഗബ്രിയൽ കൊടുക്കുന്നത് കാസിമിറോക്ക്. റൈറ്റ് ഭാഗത്താണ് കാസിമിറോ ഹെഡ് ഇടത് ഭാഗത്ത് നിന്ന് ചെയ്യുന്നത്. അങ്ങനെ 2-3 ക്രോസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗബ്രിയൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നിലാണ് അത് വളരെ പിൻ പോയിന്റ് ക്രോസ് ആണ്. കറക്റ്റ് ഒന്നും ചെയ്യാനില്ല, കാസിമിറോക്ക് ജസ്റ്റ് ചാടി. അതിന് മുമ്പ് കാസിമിറോയുടെ വേറൊരു ഹെഡ് ഇതേപോലെ ഇതിന് വന്നത് ഒന്ന് ക്ലിയർ ചെയ്യപ്പെട്ടിരുന്നുണ്ട്. നേരത്തെ ഒരു ക്ലിയർ ചെയ്യപ്പെട്ടതാണ്, അത് രക്ഷപ്പെടുത്തിയതാണ്. യെസ്, തൊട്ടുടനെ അതിനുശേഷം വന്നത് ഗോളായും ചെയ്തു. എപ്പോഴും ഗോളാവുന്ന രൂപത്തിലാണ് അപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കാരണം 2 വിങ്ങുന്നു ഇങ്ങനെ ക്രോസുകൾ ചറവറ തുരുതുരാവുന്ന ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ ഒരു ഘട്ടത്തില് അവരുടെ ഗോൾ കീപ്പർ മറികടന്ന് പോയി എന്ന് തോന്നിയിട്ടുള്ള ഒരു ബോൾ, അതൊക്കെ എങ്ങനെയാണ് അവർ ക്ലിയർ ചെയ്തതെന്ന് ഒരു പക്ഷേ ജപ്പാന്റെ ഡിഫൻഡർമാർക്ക് പോലും അറിയില്ല എന്നാണ് ചില എക്സ്പെർട്ടുകൾ പറയുന്നത്. രക്ഷപ്പെട്ടു പോയതാണ് കുറെ സമയങ്ങൾ. പിന്നെ പിന്നീട് ആ ഒരു മൂവ്മെന്റ് അല്ലേ, അത് ഗോളായി ഉറപ്പിച്ചതാണ്. പക്ഷെ ഗോൾ കീപ്പർ രക്ഷപ്പെട്ടു. ഒരു അപാരമായിട്ടുള്ള ഒരു സുസുക്കി നന്നായി കളിച്ചു അല്ലേ? സുസുക്കി നല്ല രീതിയിൽ നല്ല സേവുകൾ, ഒന്നാമത്തെ സേവുകൾ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 ഗോളൊക്കെ ജപ്പാന്റെ വലയിൽ വീഴുമായിരുന്നു. 3 അങ്ങനെ കളികളൊക്കെ ഇങ്ങനെയുള്ള ടാർഗറ്റ് ഗോളിയുടെ കൂടിയാണല്ലോ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോളിയുടെ പെർഫോം ചെയ്യേണ്ടതൊക്കെ ഒരു 2-3 ഗോളുകൾക്ക് വീഴേണ്ടതാണ്. 2-3 ഗോളുകളിലേക്ക് ഒരു പക്ഷേ എത്തേണ്ട സംഭവമായിരുന്നു. പക്ഷേ ഗോൾ കീപ്പർ കിടലിനായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കളി ഇപ്പം 2-3 കാര്യങ്ങൾ അതിൽ വേറെ ഉണ്ട്. ഒന്ന് ഇതാണ്, ഈ ഒരു കളി ബ്രസീലിന് വലിയ രൂപത്തിൽ ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ടാവില്ല. കാരണം കോച്ച് പറഞ്ഞത് ഈ വേൾഡ് കപ്പിൽ ഞങ്ങൾ കളിച്ച മോർ പെർഫെക്റ്റ് ആയിട്ടുള്ള കളി ഇതാണെന്നാണ്. ശരിയാണ്. കാരണം ഒന്നാമത്
അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് കളിക്കാരുടെയൊക്കെ ഒരു മെൻറ്റാലിറ്റിയാണ്. കോച്ചിനെ പോലെ തന്നെ, കോച്ചിനെ ആഞ്ചലിനോടെ കണ്ടിരുന്നു കളിയോടുനീളം വളരെ കൂളായി. കളി കഴിഞ്ഞിട്ടും വിജയിച്ചിട്ട് കഴിഞ്ഞിട്ടും പോലും ഒരു അമിതമായുള്ള സന്തോഷ പ്രകടനം സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കളിക്കാരിലെ എനിക്ക് തോന്നുന്ന ഒരു നൽകപ്പെടൽ ആക്ച്വലി എന്താ പറയുക, ഒരു ഊർജം എന്ന് പറയുന്നത് അവരുടെ മെൻറ്റാലിറ്റി നൽകിയുള്ള വർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഒരു ഗോള് വന്നിട്ട് പുറകിൽ വന്ന് ആക്ച്വലി വളരെ ഫോക്കസ്ഡ് ആയിരുന്നു അവർ, പാനിക് ആവാതെ എങ്ങനെ ആ ഗോള് തിരിച്ചടിച്ച് എന്താ പറയുക എക്സ്ട്രാ ടൈമിലേക്ക് പോകാതെ എങ്ങനെ തന്നെ കളി എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു എഫേർട്ടിൻ്റെ ഭാഗമാണ് 95-ാം മിനിറ്റിൽ അങ്ങനത്തെ ഒരു ഗോള് വരുന്നത്. അപ്പോൾ എന്താ പറയുക, തീർച്ചയായിട്ടും അവർക്ക് ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കോൺഫിഡൻസ് നൽകുന്ന, മുന്നോട്ടുള്ള പോക്കിൽ വളരെയധികം കോൺഫിഡൻസ് നൽകുന്ന ഒരു കളി തന്നെയാണ് ആ ഗോളും ആ സംഭവം. കാരണം ആ ഗോളിനൊരു പ്രത്യേകത ഉണ്ട്. ബ്രൂണോ ഗുയിമറസ് മാർട്ടിനെല്ലിയും കളിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. മാർട്ടിനെല്ലി പറയുന്നത് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒപ്പമുള്ള ആൾക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രൂണോ ഗുയിമറസിനോട് ഇത്ര നീക്കങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഇങ്ങനെ വെറുതെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പെനാൽറ്റി ഏരിയയിലേക്ക് അടക്കും, ബോൾ ഉണ്ടെങ്കിൽ അവിടെ നിൻ്റെ കാലിലുണ്ടെങ്കിൽ എനിക്ക് പാസ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. എക്സാക്ട്ലി ആ ബോൾ ബ്രൂണോ ഗുയിമറസിന് കിട്ടിയപ്പോൾ ബ്രൂണോ എന്നെയാണ് നോക്കിയത്, അത് കറക്റ്റ് എനിക്ക് തന്നു. കളി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ബ്രദർ ആ ബോൾ കിട്ടുമ്പോൾ ഞാൻ നോക്കുന്നത് നീ എവിടെയാണ് നോക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലൊരു കണക്ഷൻ അതാണ്. സാധാരണ മാർട്ടിനെല്ലി ചില പൊതുവേ ഒരു ഇൻകൺസിസ്റ്റൻസി കാണിക്കുന്ന ആളാണ് പൊതുവെ. പക്ഷെ ഇത് ഈ ഒരു വളർച്ചയില്ല, ഏറ്റവും നിർണായകമായുള്ള സമയത്ത് അതിൽ നമ്മുടെ റയനും ഒരു പങ്കുണ്ട്. റയനാണ് ബോൾ അവിടുന്ന് റിക്കവർ ചെയ്തിട്ട് കൊടുക്കുന്നത്, ബ്രൂണോ കൊടുക്കുന്നത്. ബ്രൂണോ അതേപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പാസ് കൊടുക്കുന്നു. അത് അതേ രീതിയിൽ എടുത്തിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷോട്ടും ഗോളും ആക്കുന്നു എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ അത് ആ സാറ് പറഞ്ഞ പോലെ ടീമിൻ്റെ ഒരു കോൺഫിഡൻസും കൂടിയാണ്. അവസാന നിമിഷം കിട്ടിയാലും അത് ഗോളാക്കി ഈ കളി 90 മിനിറ്റിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകില്ല എന്നുള്ള ഒരു ഫീലിംഗ്. അതാണ് കോച്ചും പറഞ്ഞത് കളിക്ക് ശേഷം. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ഗോൾ വരുന്ന ഉറപ്പുണ്ടായിരുന്നു. കാരണം പാനിക് ആകുന്ന അവസ്ഥയിൽ, നമ്മൾ നെർവസ്നെസ് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പോലും ഒരു പക്ഷേ ബുദ്ധിമുട്ടാകുന്നത് ബോൾ ചിലപ്പോൾ നിയന്ത്രണത്തിൽ വരില്ല പ്ലേയേഴ്സിന്. അപ്പോൾ മറ്റുള്ളവർ സ്വാഭാവികമായിട്ട് ക്ലിയർ ചെയ്യും, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഷോട്ടുകൾ വൈഡായിട്ട് പോകും. ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. അപ്പോൾ ഒരു മെൻറ്റാലിറ്റി, മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാൻ വളരെ കാമായിട്ടുള്ള ആ രീതിയിൽ ഫോക്കസ്ഡായി നിന്നുകൊണ്ടുള്ള ഒരു ഗുണമാണത്. അതാണ് കോച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് ഹാൻഡിൽ ചെയ്ത് കപ്പാസിറ്റി ഉള്ള അറിയാവുന്ന കളിക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതാണ് ഈ വമ്പൻ മാച്ചുകൾ, ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ പോലെയൊക്കെയുള്ള മത്സരങ്ങൾ കളിച്ചു വന്നവരാണ്. മാർട്ടിനെല്ലി ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഇപ്പം അവരുടെ ആഴ്സണൽ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ്, ആഴ്സണൽ പ്ലെയർ ആണല്ലോ. ഗബ്രിയേൽ മാഗല്ലസ് ആഴ്സണലിൻ്റെ താരമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഗുണം അതാണ്, വമ്പൻ ടീമുകൾക്ക് വേണ്ടി കളിച്ച് അതല്ല ജപ്പാൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അതാണ് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് ബ്രസീലിന് വലിയ രൂപത്തിൽ ആത്മവിശ്വാസം കൊടുക്കുന്നത്. രണ്ടാമത്തൊരു കാര്യം, നെയ്മർ ഉപയോഗിക്കേണ്ടി വന്നില്ല. നെയ്മർ ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്മർ ഫാൻസൊക്കെ കുറേ ആഞ്ചലോട്ടിക്കെതിരെ ഒക്കെ തിരിയുന്നുണ്ട്, നെയ്മറെ കളിപ്പിക്കാൻ. ബ്രസീലുകാർ തന്നെ, ഇവിടുത്തെ ആളുകളല്ലേ പറഞ്ഞത്, ഇവൻ ബ്രസീലത്തെ ആളുകൾ ഇപ്പം നെറ്റോയെ പോലുള്ള ആളുകളൊക്കെ നെയ്മർ എന്തിനു വെച്ചിരിക്കുകയാണ്, നെയ്മർ ഇറക്കിയിരുന്നെങ്കിൽ നേരത്തെ കളി അനുകൂലം, അതൊക്കെ ശരിയായിട്ടില്ല. ബ്രസീൽ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഋതം വെറുതെ കളയേണ്ട, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു താളം വെറുതെ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. അല്ല, ആഞ്ചലോട്ടിനെ പറയുന്നത് നെയ്മറിനെ എക്സ്ട്രാ ടൈമിലേക്ക് സെക്കൻഡ് ഹാഫിലേക്ക് 105-ാം മിനിറ്റ് സേവ് വെച്ചിരുന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക, നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ നെയ്മറിൻ്റെ ഒരു നിലവിലുള്ള ഒരു ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ച് വന്നാണ്ട് റിക്കവർ ചെയ്തുകൊണ്ട് വന്നതാണ്. അതുപോലെ കളിയിൽ എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള നല്ല കോൺഫിഡൻസ് കിട്ടേണ്ട ഒരു ആവശ്യമാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു പക്ഷേ ഉള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ കഴിഞ്ഞ കളിയിൽ നെയ്മർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയ ടൈമിലാണ്. ഇപ്പോൾ ബ്രസീൽ നല്ല സമയത്തായിരുന്നു, നല്ല ഗോളുകൾ നേടിക്കൊണ്ടിരുന്ന സമയത്ത്, ഒരു പ്ലേയിങ് ടൈം ഉള്ള സമയത്ത് കളിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറയുന്നത് അതിനിർണായകമായിട്ടുള്ള പുറകിൽ നിൽക്കുകയാണ്, നോക്കൗട്ട് സ്റ്റേജ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, നല്ലൊരു അഡ്വാൻറ്റേജസ് ആയി ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നെയ്മർ ഇറക്കുക എന്നുള്ള കളിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇപ്പോൾ ചെയ്യാനും പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വൈകാരികമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നെയ്മർ അങ്ങ് ഇറങ്ങി ഇതെല്ലാം കൂടെ അങ്ങ് മാറ്റി മറിക്കുന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മനുഷ്യനാണല്ലോ, ഗെയിം ടൈമും റീതവും ഒക്കെ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ആഞ്ചലോട്ടി അതാണ് കളിക്കേഷൻ പറഞ്ഞത്, ടീമിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടുത്തേണ്ട, നമ്മൾ നല്ല ഒരു സ്ട്രക്ചറിലാണ് പോയിക്കൊണ്ടിരുന്നത്, അപ്പോൾ അത് മാറ്റണ്ട എന്ന് വിചാരിച്ചിട്ടാണ്
സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താതിരുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ പാറ്റേൺ കണ്ടാലും മനസ്സിലാവും. ഈ നമ്മുടെ എൻട്രിക്കിനെ ഇറക്കിയതിന് ശേഷം പിന്നെ മാർട്ടിനെല്ലിയാണ് പ്രധാനമായിട്ട് ഇറക്കുന്നുള്ളൂ. ബാക്കി അവസാനമാണ് ഡാനിലോ സാന്റോസിനെ ഇറക്കുന്നതും അതുപോലെ നമ്മുടെ കാസമിറോക്ക് പരിക്ക് പറ്റിയുകൊണ്ട് മാത്രം ഫാബിജിനെ ഇറക്കിയതാണ്. അപ്പോൾ ടീമിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടുത്തണ്ട എന്ന രൂപത്തിൽ തന്നെ. ഇനി അതല്ല, ഈ എക്സ്ട്രാ ടൈമിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ ഒരു 3 സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി അവിടെ ബാക്കിയുണ്ട്, അത് ഇറക്കി ടീമിനെ ഒന്ന് കൂടുതൽ പവർഫുൾ ആക്കാനുള്ള ഒരു നീക്കത്തും കൂടിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. കൃത്യമായ പ്ലാനിങ്ങിൽ ചെയ്യുന്നതാണ്. അല്ലാതെ നെയ്മറെ കളിപ്പിച്ചില്ല എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. ഇപ്പോൾ ഈ കളിയിലൊക്കെ നെയ്മർ ഇല്ലാതെ തന്നെ ബ്രസീൽ വളരെ മനോഹരമായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം അതാണ്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരു സംഭവം ഈ വിഷയത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ബ്രസീലിൻ്റെ ഈ കളിയിൽ ഇനിയിപ്പോൾ മുന്നോട്ട് പോകാനുള്ള അടുത്ത കളി ഐവറി കോസ്റ്റും നോർവേയും തമ്മിലുള്ള കളിയിൽ ജേതാക്കളാണ്. അത് ജപ്പാനേക്കാൾ ഈസിലി ബ്രസീൽ കടക്കാനുള്ളൊരു സാധ്യത ഉണ്ടോ? ഐവറി കോസ്റ്റും നോർവേയും തമ്മിലുള്ള കളിയാണ്. ജപ്പാൻ ബ്രസീലിനെ സംബന്ധിച്ചിപ്പോൾ ഒരു ആശങ്കയുള്ള ഒരു നോക്കിയത് ബാക്ക് ലൈനിൽ ഒരു വിഷയം കണ്ടു. എസ്പെഷ്യലി റൈറ്റ് വിങ്ങിൽ ഡാനിലോയുടെ ഒരു വിഷയമുണ്ട്. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ പെട്ടെന്നുള്ള ഈ അറ്റാക്സ് ഒക്കെ വരുമ്പോൾ ഒന്ന് ആക്ച്വലി നെർവസ്നെസ് അവിടെ ഫീൽ ചെയ്യുന്ന കണ്ടിരുന്നല്ലേ, കളിയിൽ കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം അത് വളരെ എന്താ പറയുക, നല്ല രീതിയിൽ കളിച്ചു. മാർക്കിഞ്ഞോസും ഗബ്രിയലും നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഡഗ്ലസ് സാന്റോസ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ ഡാനിലോസിൻ്റെ ഭാഗത്തു നിന്നാണ് നല്ല കുറച്ചൊരു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒന്നുകൂടി വളരെ കോമ്പാക്റ്റ് ആയിരിക്കണം. കാരണം എന്താ പറയുക, ബോക്സിനകത്ത് കയറി മേയാനുള്ളൊരു സ്വാതന്ത്ര്യം ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നല്ല. അപ്പോൾ അതിലേക്ക് വന്നിട്ട് അവിടേക്ക് വരുമ്പോൾ പിന്നെ പാനിക് ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല, ചെറിയ രീതിയിൽ. അപ്പോൾ അതിനു മുമ്പ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണം, ഷട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതൊരു പ്രശ്നമാണ്. തന്നെ നുള്ളിക്കളയാണ്. അതിനൊക്കെ കാസമിറോക്കൊക്കെ പറ്റുമായിരുന്നു മുമ്പത്തെ കാസമിറോ. ഇപ്പം എന്താ പ്രശ്നം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഒരു വേഗത കുറഞ്ഞ പോലെ ഒരു ഫീൽ കാസമിറോയുടെ കാര്യത്തിലുണ്ട്. പിന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ ബ്രസീലിൻ്റെ ഡിഫൻസ് ശക്തമാക്കണം നമ്മൾ പറയുമ്പോൾ ഗബ്രിയൽ മെഗലസും മാർക്കിഞ്ഞോസും ഒക്കെ ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സാണ്. പക്ഷേ വിങ്ങിൽ ഇപ്പം ഡാനിലോ, അത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊരു പ്രശ്നമാണ്. അത് ഓൾറെഡി വെസ്ലി ആയിരുന്നു അവിടെ കളിക്കേണ്ടിയിരുന്നത്, പരിക്ക് പറ്റി പുറത്തു പോയതാണ്. ഡാനിലോയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് പോലും അദ്ദേഹം സ്റ്റാർട്ടർ അല്ല. അങ്ങനെ സ്റ്റാർട്ടർ അല്ലാത്ത ഒരാളെ വെച്ച് കളിപ്പിക്കേണ്ടി, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് ഇബാനസാണ്. ഇബാനസ് ആദ്യ കളിയിൽ മികവ് കാണിച്ചിട്ടുമില്ല. അപ്പോൾ സ്ക്വാഡിന് ഓൾറെഡി ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വാഡൊന്നും അല്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് ആഞ്ചലോട്ടി മുമ്പ് റയൽ മാഡ്രിഡിലും ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണല്ലോ. അത് തന്നെയാണ് അവിടെ ഇപ്പം ഫെഡെ വാൽവേർഡിനെ പിടിച്ച് റൈറ്റ് വിങ് ബാക്ക് കളിപ്പിക്കുന്നു. അതൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ഏതാണ്ട് അതുപോലെയുള്ള പരിപാടികൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡാനിലോ അവിടെ ഫിറ്റാണോ അല്ലേ എന്നുള്ള ഒരു ചോദ്യം. ഡാനിലോ ഇപ്പോൾ കുറച്ച് മുമ്പൊക്കെ ആയിട്ട് ഇപ്പോൾ സെൻട്രൽ ബാക്കൊക്കെ ആയിട്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്നതാണ് കുറച്ച് കാലമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്തതാണ്. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ബ്രസീൽ നല്ല കളി തന്നെയാണ് കളിച്ചത്. സോ ബ്രസീൽ എവിടെ വരെ, അവസാനം ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്, ബ്രസീൽ എവിടെ വരെ? ബ്രസീൽ മുന്നേറും. ബ്രസീൽ ടൂർണമെൻറ്റിൽ വളരെ ഡീപ്പായിട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. കാരണം നിലവിൽ കളിക്കുക എങ്ങനെയെങ്കിലും എന്നുള്ളതല്ല, വ്യക്തമായിട്ടുള്ള ഗെയിം പ്ലാൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗെയിം പ്ലാനിനോടൊപ്പം മെൻറ്റാലിറ്റി വളരെ പ്രധാനപ്പെട്ട ഘടകം നോക്കൗട്ട് സ്റ്റേജുകളിൽ അത് വളരെ പ്രകടമാകുന്നുണ്ട്. കാരണം പഴയ പോലെ എനിക്ക് തോന്നുന്നു നമ്മൾ 2018 വേൾഡ് കപ്പിൽ ബെൽജിയത്തിനായിട്ട് കളിച്ച സമയത്ത് ആ ഗോൾ ഒറ്റ ഗോളിനാണല്ലോ സമയത്ത് വളരെ പാനിക്കായിട്ട് ഷോട്ടും സംഭവങ്ങളൊക്കെ കളിച്ച് അങ്ങനത്തെ രീതിയിൽ ലാസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ശ്രമങ്ങൾ നടന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തടഞ്ഞിട്ടതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചുവരവുകൾക്ക് ഒരു ഗോളിൽ എസ്പെഷ്യലി ഇങ്ങനെയൊക്കെയുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കളിക്കുന്ന ഡിഫൻസൊക്കെ കളിക്കുന്ന ടീമുകൾക്ക് അത് വരുമ്പോൾ അങ്ങനത്തെ ക്ഷമ വളരെ ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ കളിയുടെ ഒരു പ്രത്യേകതയും. 88 വർഷങ്ങൾക്ക് ശേഷമാണ് ഫസ്റ്റ് ഹാഫിൽ പുറകു പോയതിന് ശേഷം ബ്രസീൽ വേൾഡ് കപ്പിൽ ഒരു കളി ജയിക്കുന്നതെന്നാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസവും വളരെ വലുതായിരിക്കും. അത് വേൾഡ് കപ്പിൽ നോക്കൗട്ടിലാണ് കേട്ടോ, അല്ലാതെ നോക്കൗട്ടിലെ കാര്യം ഞാൻ പറഞ്ഞു 88 വർഷങ്ങൾക്ക് ശേഷമാണ്. 2014 ഗ്രൂപ്പ് സ്റ്റേജിൽ ക്രൊയേഷ്യക്കെതിരെ പുറകു പോയിട്ട് പിന്നെ ജയിച്ചു വന്നിട്ടുണ്ട്. അതാണ് ഇതിനു മുമ്പ് ഇങ്ങനെ വളരെ എണ്ണം കുറഞ്ഞ മത്സരങ്ങളാണ് അങ്ങനെ പുറകു പോയിട്ട് പിന്നെ ജയിച്ചു വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ജയം ഇവിടെ കിട്ടുമ്പോൾ ഒരു ആത്മവിശ്വാസം വളരെ കൂടുതലാണ്. എന്തായാലും ബ്രസീലിൻ്റെ ഈ കളി വലിയ രൂപത്തിൽ അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രസീലിൻ്റെ മറ്റ് കളികൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കളികളോടനുബന്ധിച്ചുള്ള റിവ്യൂകളിൽ സംസാരിക്കാം. തൽക്കാലത്തേക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം.